നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അതിരപ്പള്ളിക്ക് അടുത്തുള്ള സ്നോ സ്ട്രോമിലാണ്. കുറേ നാളായിട്ട് ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്തതാണ്. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. സംഭവം ഇവിടെ ഒരാൾക്ക് പെർ ഹെഡ് ഒരു 500 റുപ്പീസ് വെച്ചിട്ടാണ് വരുന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി അതിൻ്റെ സ്വെറ്ററും ജാക്കറ്റ്സും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. യേസുകുട്ടിയുണ്ട്. യേസുകുട്ടിക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകണമെന്നൊരു ഐഡിയ ഇല്ല. ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ഇട്ട് തരുന്നുണ്ട്. അവൾ ആകെ പരിഭ്രാന്തിയിലാണ് ഇരിക്കുന്നത്. സംഭവം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി പന്തിക്കേട് പോലെ തോന്നി തുടങ്ങി. അപ്പോൾ മുഖമൊക്കെ ഒന്ന് മാറി കരയാനുള്ള ഒരു അറ്റംപ്റ്റിക്ക് ദേശം എത്തിരിക്കുകയാണ്. ഇതേ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കയറിയത് ഇവിടെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു റൂമിലേക്കാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റ് നമ്മളിവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്നോ സ്ട്രോമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഈ ഒരു സ്നോ സ്ട്രോം ഏതാണ്ട് ഒരു 10,000 സ്ക്വയർ ഫീറ്റിലോളം വരുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് -10 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സ്നോ പാർക്കിൽ ഇപ്പം ഞങ്ങൾ 5 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും. കാര്യം ഇതൊരു ഓഫ് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. അതങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെട്ടു. കാര്യം നമ്മൾ ഈ ഒരു സോക്സും സ്വെറ്ററും പിന്നെ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു തണുപ്പ് നമ്മൾ ശരിക്കും നമ്മളുടെ ശരീരത്തേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും അഡൾട്ട്സിന് കളിക്കാനും പറ്റുന്ന കുറച്ച് പ്ലേ ഏരിയ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. സംഭവം ഇതിൻ്റെ ഉള്ളിലത്തെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മുൻപരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ സ്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഇഴുകി കളിക്കാനും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാങ് ബ്രിഡ്ജ് കണ്ടു. അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് മുകളിൽ നിന്ന് ഒരു 360 കാണാം. അതിന് പറയത്തക്ക രീതിയിൽ അതിനുള്ളിൽ അത്രയധികം സ്പേസ് ഒന്നും ഇല്ല. ഒരു 10-20 പേര് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 പേര് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഏരിയ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു 10,000 സ്ക്വയർ ഫീറ്റിനടുത്തുള്ളൂ. നിങ്ങളിവിടെ വരാൻ പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു 5-10 അല്ലെങ്കിൽ അതിന് മേലെ ആൾക്കാരായിട്ട് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 hour തകർക്കാം എന്ന് പറയാൻ പറ്റും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു കാശ്മീർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലഡാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലാണ് ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാല്യൂ ഫോർ മണിയാണ്. അങ്ങനെ ആകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരണം. പിന്നെ ഇവിടെ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന അതേ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അതിനുശേഷം ഇവർ സോക്സും അതുപോലെ തന്നെ ഈ സ്വെറ്ററും എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് വെയർ ചെയ്യണം. അതിന് പുറമെ ഈ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ പലർക്കും ഈ തണുപ്പ് പിടിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മൂക്കിൽ നിന്ന് ചോര വരിക അല്ലെങ്കിൽ ശ്വാസതടസ്സം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെയുള്ള വോളണ്ടിയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നോക്കിയപ്പോഴാണ് കുട്ടിയുടെ മുഖമൊക്കെ അങ്ങോട്ട് ചോന്ന് വരുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പ് ഹെവി ആയതുകൊണ്ട് തന്നെ ഇവക്ക് മുഖത്തായാലും ശരീരത്തിലായാലും അതിൻ്റെ മാറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും ആൾ മിണ്ടാതിരിക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തണുത്ത് വിറച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സംസാരിക്കാനും അങ്ങോട്ട് അതിനുള്ളൊരു പവർ കിട്ടണില്ലേ അവൾക്ക്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വെറൈറ്റി വൈബാക്കി മുകളിൽ നിന്ന് വെള്ളമൊക്കെ സ്പ്രേ പോലെ അടിച്ചു വിടുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. മുകളിൽ നിന്ന് ശരിക്കും മിസ്റ്റ് വീഴുന്ന പോലത്തെ അല്ലെങ്കിൽ മഞ്ഞ് വീഴുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അത് കുറച്ച് നേരം ഞങ്ങൾ നിന്ന് ആസ്വദിച്ചു. പക്ഷേ ഈ ഒരു മഞ്ഞ് വീഴുന്ന പോലത്തെ ഒരു വൈബ് ഉണ്ടാക്കിയപ്പോഴേ അവിടുത്തെ ക്ലൈമറ്റൊക്കെ മാറി നല്ല രൂക്ഷ തണുപ്പിലേക്ക് എത്തി. രൂക്ഷം എന്ന് പറഞ്ഞാൽ കൊടൂരത്തിലേക്ക് എത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത തണുപ്പിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെയായപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പൊങ്ങിയത് നമ്മുടെ ചാലക്കുടിയിലുള്ള ഷവർമ ദ ഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റാണ് ഇവിടുത്തെ ഷവർമകൾ. പക്ഷേ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരണേക്കാൾ മുന്നേ യേസുകുട്ടി മെനു കാർഡിൽ നിന്ന് ഫുഡ് എടുത്ത് തീറ്റ തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഇതേ നമ്മുടെ ഐറ്റംസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 നോർമൽ ഷവർമയും പിന്നെ ഒരു സ്പെഷ്യലും ഓർഡർ ചെയ്തു. ഇതേ സ്പെഷ്യലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ എല്ലാതരം ഐറ്റംസും മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി ഷവർമയും നല്ല ജ്യൂസി ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളും ഈ റൂട്ട് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇവിടുത്തെ ഈ ഷവർമ.